ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പുളിയിഞ്ചി റെസിപ്പിയാണ് കാണിക്കുന്നത്. പുളി പിഴിഞ്ഞ് അരിച്ച അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ശേഷം പുളിയിഞ്ചിക്കുള്ള എള്ള് വറുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പുളി കുറുകി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുത്തു. അതിനുശേഷം അതൊന്ന് കുറുകി വരുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും. മുളക് പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളുടെ വറുത്ത് വെച്ച എള്ളുണ്ട്. ആ എള്ള് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് പൊടിക്കുകയാണ് ഈ കാണുന്നത്. പുളിയിഞ്ചിയിലേക്കുള്ള വറവ് തയ്യാറാക്കണം. പുളിയിഞ്ചിയിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞ് നല്ലവണ്ണം വറുത്തെടുക്കുക. അതിനുശേഷം അത് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുത്ത് അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർക്കുക. അതും ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുത്ത് പുളിയിഞ്ചിയിലേക്ക് ഒഴിക്കുക. അതിന് കൊണ്ടെന്ന് ലച്ചുമോള് വന്ന് നോക്കുന്നുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വറുത്തെടുത്തത് പുളിയിഞ്ചിയിലേക്ക് ചേർത്തു. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ലേശം എള്ളുപൊടി കൂടി ഇടുക. പുളിയിഞ്ചിയിലേക്ക് 2 ടീസ്പൂൺ എള്ളുപൊടി കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തു യോജിപ്പിച്ചു. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കുകയാണ്. ചട്ടി അടുപ്പത്ത് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. വറവ് പുളിയിഞ്ചിയിലേക്ക് ഒഴിക്കുക. ശേഷം അല്പം കായപ്പൊടി കൂടി ചേർക്കുക. ഞങ്ങളുടെ പുളിയിഞ്ചി റെസിപ്പി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബും ചെയ്യണേ.